എൻ്റെ കയ്യിൽ 17 Pro Max ഉണ്ട്. അത് നൂറുവിൻ്റെ കയ്യിൽ കിട്ടണതും സന്തോഷത്തോടു കൂടി കാണുമ്പോഴാണ് ഞാൻ എന്താവണത്? അല്ല അല്ല അല്ല, അത് ബേസാ. അതിനും അപ്പുറമാണത്. താൻ ഇഷ്ടപ്പെടുന്നതിനെ, താൻ നേടിയതിനല്ല. ഇന്ത്യയിൽ 17 Pro Max ഉണ്ടാകുമ്പോഴല്ല, മറിച്ച് എനിക്ക് 17 Pro Max വാങ്ങണമെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക. പക്ഷെ എൻ്റെ പൈസ ഇല്ല. ആ സമയത്ത് 100 അത് വാങ്ങിയതിനെ കുറിച്ച് സന്തോഷിക്കുന്നതിന്റെ പേരാണ് മുസ്ലിം. അവനവന്റെ കാര്യത്തിൽ നമ്മൾ എത്ര കാലം സന്തോഷിക്കും? മനുഷ്യന് ഡിപ്രഷൻ വരും. എനിക്കെന്തെങ്കിലും ഉണ്ടായിട്ട് മാത്രം സന്തോഷിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ 1-2 പ്രാവശ്യം സന്തോഷിക്കാനുള്ള വകുപ്പേ നമുക്കുള്ളൂ. അവരന്റെ കാര്യത്തിൽ സന്തോഷിക്കാൻ തുടങ്ങിയാലോ ഡെയിലി സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട്. ഇതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞതും. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നതൊക്കെ അപരനും സുഖത്തിനായി വരണം. നമുക്ക് ഓരോരുത്തർക്കും അറ്റ്ലീസ്റ്റ് ഒരു 10 പേരെങ്കിലും ഉണ്ടാവുമല്ലോ, നമ്മുടെ സുഹൃത്തുക്കൾ, കുടുംബം, മിനിമം 10 പേര്. ഈ 10 പേരുടെ ലൈഫിൽ നമുക്ക് എങ്ങനെ ഒരു ചെറിയ ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും? ഒരു ചിരി, അല്ലെങ്കിൽ ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു ചലനം, ഏതെങ്കിലും ഒരു ഒന്നെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ അവൻ ചിരിക്കണം, ഇല്ലെങ്കിൽ അവൻ ചിന്തിക്കണം, ഇല്ലെങ്കിൽ ഉദ്ദേശം